ഇന്ന് കഴിഞ്ഞ +2 സോഷ്യോളജി പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ടോപ്പിക്ക് നല്ലപോലെ പഠിച്ചവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്രബല ജാതി എന്ന ആശയം അവതരിപ്പിച്ച സമൂഹശാസ്ത്രജ്ഞനെ തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ ദ സോഷ്യോളജിസ്റ്റ് ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻ്റ് കാസ്റ്റ്. ആരാണ്? എം.എൻ. ശ്രീനിവാസാണ് പ്രബല ജാതി എന്ന ആശയം അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചാർട്ട് പൂർത്തീകരിക്കാനാണ്. ഇത് നമ്മുടെ മോഡൽ എക്സാമിനും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ജനസംഖ്യാശാസ്ത്രം എന്ന് തന്നിട്ടുണ്ട്, ഡെമോഗ്രഫി എന്ന് തന്നിട്ടുണ്ട്, ഫോർമൽ ഡെമോഗ്രഫി ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. അപ്പോൾ അതിനപ്പുറത്തായി എന്തായിട്ടാണ് വരുന്നത്? സോഷ്യൽ ഡെമോഗ്രഫി സാമൂഹിക ജനസംഖ്യാശാസ്ത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധങ്ങൾ ചിത്രണം ചെയ്യാൻ സമൂഹശാസ്ത്രം സഹായിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട സമൂഹശാസ്ത്രജ്ഞൻ്റെ പേരെഴുതുക. നെയിം ദ സോഷ്യോളജിസ്റ്റ് ഹൂ ഒപ്പീൻഡ് സോഷ്യോളജി ക്യാൻ ഹെൽപ്പ് യു ടു മാപ്പ് ദ ലിങ്ക് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ആരാണ്? സി. റൈറ്റ് മിൽസ് ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മൊത്തം ജനസംഖ്യയുടെ ആപേക്ഷികമായ വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതത്തെ ഡാഷ് എന്ന് പറയുന്നു. ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് റിലേറ്റീവ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് കോൾഡ് ഏജ് സ്ട്രക്ചർ. പ്രായഘടനയാണ് ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തികളെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന പ്രക്രിയയെ ഡാഷ് എന്നറിയപ്പെടുന്നു. എ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ആർ കട്ട് ഓഫ് ഫ്രം ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ലൈഫ് ഇസ് നോൺ ആസ് സാമൂഹിക ബഹിഷ്കരണം, സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ് അതിന് ഉത്തരം വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഹൂ റോട്ട് ദ ബുക്ക് ദ വെൽത്ത് ഓഫ് നേഷൻസ്? ആരാണ്? ആദം സ്മിത്ത് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായുണ്ടായ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി തകർച്ച നേരിട്ട പട്ടണം ഏത്? വിച്ച് സിറ്റി എമോങ് ദ ഫോളോവിങ് ഡിക്ലൈൻഡ് ഡ്യൂ ടു ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ? ഏതാണ്? മസൂലി പട്ടണമാണ് ഉത്തരം വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ ശക്തിയും അധികാരവും വിതരണം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ ചട്ടക്കൂടിനെ ഡാഷ് എന്ന് പറയുന്നു. ദ പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് പവർ ആൻഡ് അതോറിറ്റി ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് റീജിയണൽ ഓർ ലോക്കൽ ഗവൺമെൻറ് ഈസ് കോൾഡ് ഫെഡറലിസം. ഓക്കെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭേദഗതിയിലൂടെയാണ്. ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഡാഷ് അമെൻമെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ് ഉത്തരം വരുന്നത്? 73ാം ഭേദഗതിയാണ് ഉത്തരം. പത്താമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക വിഭവങ്ങളുടെ അസമമായ ലഭ്യതയെ പൊതുവായി വിളിക്കുന്നത് ഡാഷ് എന്നാണ്. പാറ്റേൺസ് ഓഫ് അൺഈക്വൽ ആക്സസ് ടു സോഷ്യൽ റിസോഴ്സസ് ആർ കോമൺലി കോൾഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി, സാമൂഹ്യ അസമത്വം ആണ് ഉത്തരം വരുന്നത്. ഇനി നമുക്കൊരു കോളം ലിങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു. നമുക്ക് നോക്കാം. കാക്ക കലേൽക്കർ. ഏതാണ് കാക്ക കലേൽക്കറുമായി ബന്ധപ്പെടുന്നത്? ആദ്യ പിന്നോക്കവർഗ കമ്മീഷൻ, ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. സർ സെയ്ദ് അഹമ്മദ് ഖാനോ? മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫോർ മുസ്ലിം ഗേൾസ്. ഗാന്ധിജിയോ? ഹരിജൻ. താരാബായ് ഷിൻഡെ സുൽത്താനയുടെ സ്വപ്നം, താരാബായ് ഷിൻഡെ സ്ത്രീ പുരുഷ തുലന എന്ന പുസ്തകമാണ് എഴുതിയത്. താരാബായ് ഷിൻഡെ സ്ത്രീ പുരുഷ തുലന. ബീഗം റൂക്കിയ സുൽത്താനയുടെ സ്വപ്നം, സുൽത്താനാസ് ഡ്രീം. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് നടക്കാനുള്ളത് ഹിസ്റ്ററി പബ്ലിക് എക്സാം ആണ്. ഹിസ്റ്ററി എക്സാമിന് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.